10,000-ന് താഴെ എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു അടിപൊളി ഫോണല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആധികാരികമായൊരു ചർച്ചയിലേക്കോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അൺബോക്സിങ്ങിലേക്കോ നമ്മൾ പോകുന്നില്ല. നമ്മൾ വളരെ പെട്ടെന്നൊരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. റിയൽമിയും പോക്കോയെല്ലാം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന യെല്ലോ ബോക്സിൽ തന്നെയാണ് ഇത്തവണയും പോക്കോ M6 Pro വന്നിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാൻഡ്സെറ്റ് നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. നമ്മൾ ബ്ലാക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ്സെറ്റിന് ശേഷം ഒരു ബോക്സ് ഡിസൈനിൽ പാക്ക് ചെയ്തിട്ടുള്ള ഫോണിൻ്റെ ബാക്ക് കവറും യൂസർ മാനുവലാണ് നമുക്ക് കിട്ടുന്നത്. അത്ര ക്വാളിറ്റിയൊന്നും തോന്നിക്കാത്തൊരു വിധത്തിലുള്ള സിലിക്കൺ, എന്നാൽ പറ്റ ക്വാളിറ്റി കുറഞ്ഞതും അല്ലാത്തൊരു സിലിക്കൺ കേസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മളാരും മൈൻഡ് ചെയ്യാത്ത ഒരു യൂസർ മാനുവൽ. നമുക്കിതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചതിൻ്റെ കവറിൽ തന്നെ വെക്കുകയാണ്. അടുത്തതായി നമുക്ക് ബോക്സിനകത്ത് ഒരു 22.5 വാട്ട്സിൻ്റെ ചാർജറും ഒരു A to C കേബിളും കാണാൻ സാധിക്കും. 19 വാട്ട്സാണ് ഫോണിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഉള്ളത്. പക്ഷെ നമുക്ക് 22.5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കമ്പനി തന്നിട്ടുണ്ട്. നമ്മുടെ മുൻനിര ബ്രാൻഡുകളെല്ലാം ഒഴിവാക്കിയ സാധനം ഇപ്പോഴും നമ്മുടെ പാവപ്പെട്ടവൻ്റെ ബ്രാൻഡുകളെല്ലാം തന്നെ തരുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പൗച്ച്, യൂസർ മാനുവൽ കാര്യങ്ങളെല്ലാം നമുക്ക് ബോക്സിലേക്ക് മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ ഹാൻഡ്സെറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണ ഈ റേഞ്ചിലുള്ള മറ്റു ഫോണുകൾ തരുന്നത് പോലെ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് കേസിനകത്താണ് ഈ ഫോൺ ഉള്ളത്. നമുക്കത് നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫോണൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഫോൺ ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റും സ്ലിമ്മും ആണെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് പാക്കറ്റിന് പുറത്തെടുത്തിട്ട് ബാക്കി ഡീറ്റെയിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഡിസൈൻ വൈസിൽ നോക്കുകയാണെങ്കിൽ ഫോൺ അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇത്തവണ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിക്കോട്ടെ ഒരു പ്രീമിയം ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, കൂടാതെ നല്ല സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈനുമാണ്. വശങ്ങളെല്ലാം ബോക്സി ഡിസൈൻ ആണെങ്കിലും മാറ്റ് ഫിനിഷ് കൊടുത്തതുകൊണ്ട് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ടൈമിൽ നല്ല രീതിക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് പാനൽ ഗ്ലാസ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗറിൻ്റെ മാർക്ക് നല്ല രീതിക്കെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബാക്ക് കവർ യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ആയതിനു ശേഷം മറ്റ് ഡീറ്റെയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പവർ ബട്ടണിൽ ഹോൾഡ് പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോക്കോ എന്നും അതിനുശേഷം MIUI എന്നും എഴുതി കാണിച്ചുകൊണ്ട് ഫോൺ ഓപ്പൺ ആയി വരുന്നതാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 550 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെയിലത്താണെങ്കിലും വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് അനുഭവിക്കുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല വെയിലത്ത് ഉച്ച ടൈമിൽ പുറത്തുനിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ബ്രൈറ്റായിട്ട് തന്നെ ഡിസ്പ്ലേയിലെ ആപ്പുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഇത്രയും വിലക്കുറവിലാണ് ഈ ഫോൺ നൽകുന്നതെങ്കിലും 90 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് ഫോണിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ Android 13 MIUI 14 ഈ ഫോൺ റൺ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വാങ്ങിയ ഫോണിൻ്റെ വേരിയൻറ്റ് വരുന്നത് 4GB + 128GB വേരിയൻ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ 6GB + 128ഉം 6GB + 256ഉം അവൈലബിൾ ആണ്. വാങ്ങുന്ന കൂട്ടുകാർക്ക് ഏത് വേരിയൻ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങാവുന്നതാണ്. ഏകദേശം 1000 റുപ്പീസിൻ്റെ ചേഞ്ച് മാത്രമാണ് തമ്മിൽ വരുന്നത്. ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഡിസ്പ്ലേ എല്ലാം വളരെ സ്മൂത്തായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളത്, ഒരുപാടധികം തേർഡ് പാർട്ടി ആപ്പുകൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു 10 മേലെ അങ്ങനെ അത്തരത്തിലുള്ള ആപ്പുകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മറ്റ് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 4th Gen 2 ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 5000 mAh ഒരു ലോങ് ലൈഫ് ബാറ്ററി, 50 MP ഡ്യുവൽ ക്യാമറ, നമ്മുടെ ലോക്ക് ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. PUBG യൂസേഴ്സിനും ബാക്കിയുള്ള യൂസേഴ്സിനും എല്ലാം തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ്.